നമസ്കാരം. നവരാത്രി വരാൻ പോവുകയാണല്ലേ. ഈ മാസം 22, അതായത് തിങ്കളാഴ്ച മുതൽ വ്രതം തുടങ്ങും. ഒക്ടോബർ 1, 2025 ബുധൻ വരെയാണ്. ഒക്ടോബർ 2 വ്യാഴം വിജയദശമിയോടെ ഉത്സവം പൂർത്തിയാവും. അപ്പോൾ നവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആളുകൾക്കുണ്ട്. ഓരോ വർഷവും നവരാത്രി വന്നെത്തുമ്പോൾ ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് പലരും അനുവർത്തിക്കുന്നത്. വ്രതമെടുക്കുന്നു, പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നു. പക്ഷേ നവരാത്രി എന്താണെന്നും 9 ദിവസങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും വിദ്യാർത്ഥികൾ മാത്രമാണോ വ്രതം എടുക്കേണ്ടത് എന്നും വ്രതം എങ്ങനെ എടുക്കണം എന്നുമെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞു വേണം അത് ചെയ്യാൻ. നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം മിക്കവർക്കും അറിയാമല്ലേ. ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം നേടിയതിൻ്റെ ആഘോഷമാണ് നവരാത്രിയുടെ അവസാന നാളായ വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ദേവിക്ക് സമർപ്പിച്ച 9 നാളുകളാണ് നവരാത്രി. ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യം, വിജയം ഇതൊക്കെ കൈവരിക്കുന്നതിനും ആത്മീയതയിൽ അലിയുന്നതിനും ആയിട്ടാണ് നവരാത്രി വ്രതം എടുക്കുന്നത്. ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങളെയാണ് അല്ലേ നവരാത്രി കാലത്ത് ആരാധിക്കുക. ചില രൂപങ്ങൾ വളരെ ശാന്തവും സ്നേഹസ്വരൂപവുമാണെങ്കിൽ ചിലത് രൗദ്രവും ഭയാനകവുമാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നിങ്ങനെ ദേവിയുടെ 3 ഭാവങ്ങൾ സ്ത്രീത്വത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായിട്ട് കരുതപ്പെടുന്നു. ഇവയെ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നും തമസ്, രജസ്, സത്വം എന്നിങ്ങനെയും പറയാറുണ്ട്. ശക്തി ആണ് കാംക്ഷിക്കുന്നത് എങ്കിൽ ദുർഗാദേവിയെ, ഭൂമി തമസ്, അപ്പോൾ ദുർഗാദേവിയെ ആരാധിക്കുക. സമ്പത്തും ഭൗതിക സുഖങ്ങളുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലക്ഷ്മി ദേവിയെ, അതായത് സൂര്യൻ, രജസ്. അറിവ്, മോക്ഷം എന്നിവയാണ് കാംക്ഷിക്കുന്നതെങ്കിൽ സരസ്വതി ദേവിയെ, ചന്ദ്രൻ, സത്വം. അപ്പോൾ ഇങ്ങനെയാണ് ആരാധന. നവരാത്രി 9 രാത്രിയാണല്ലോ. അപ്പോൾ ആ 9 ദിവസങ്ങൾ തമസ്, രജസ്, സത്വം എന്നീ 3 അടിസ്ഥാന ഗുണങ്ങളെ ആസ്പദമാക്കുമ്പോൾ ആദ്യത്തെ 3 ദിവസങ്ങൾ ദുർഗാദേവിക്ക്, അടുത്ത 3 ദിവസങ്ങൾ ലക്ഷ്മി, അവസാന ദിവസങ്ങളിൽ സരസ്വതിയെയുമാണ് ഭജിക്കുക. 10ാമത്തെ ദിവസം വിജയദശമി ഈ 3 ഗുണങ്ങൾക്ക് മേലുള്ള വിജയമായി ആഘോഷിക്കപ്പെടുന്നു. ഇത് പ്രതീകാത്മകം മാത്രമല്ല കേട്ടോ. 9 ദിവസങ്ങളിലെ വ്രതമെടുപ്പിലൂടെ നമ്മുടെ ഊർജത്തിൽ തന്നെ ഇവ ജീവിതത്തിൽ അനുഭവവേദിയാകുന്നുണ്ട്. ദേവിയുടെ ആദ്യ 2 തലങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിജീവനവും ക്ഷേമവും ഉൾപ്പെട്ടതാണ്. 3ാമത്തെ തലം മുന്നോട്ട് കുതിക്കാനുള്ള ആഗ്രഹമാണ്. സരസ്വതിയെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ 3 ഗുണങ്ങളില്ലാത്ത ജീവജാലങ്ങളില്ല. ജീവൻ്റെ ഓരോ കണങ്ങളിലും ഇതുണ്ട്. ഇവ 3ഉം ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ വ്രതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന വെളുത്ത പക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങളിലാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നത് ഉത്തമം തന്നെയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നവരാത്രി വ്രതം ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 7 ദിവസം, 5 ദിവസം, 3 ദിവസം, 1 ദിവസം എന്നീ ക്രമത്തിലൊക്കെ അനുഷ്ഠിക്കാമെന്ന് വിധിയുണ്ട്. പക്ഷേ 9 ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കുക. ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമം. മത്സ്യമാംസാദികൾ വർജിക്കുക. സാധിക്കുമെങ്കിൽ അരിഭക്ഷണം 1 നേരമായിട്ട് ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിൽ, പ്രവൃത്തിയിലൊക്കെ ശുദ്ധിയുണ്ടാവണം. 9 ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്താൽ ശ്രേഷ്ഠമാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഹൈന്ദവ ആചാരങ്ങളും വ്യത്യസ്തമാവുമല്ലോ. അതുകൊണ്ട് തന്നെ നവരാത്രി ആഘോഷങ്ങളിലെ ദക്ഷിണേന്ത്യയിലെ
മഹിഷാസുരവധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നവരാത്രി ആഘോഷം. എന്നാൽ ഉത്തരേന്ത്യയിലെ ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് നവരാത്രി. സ്ത്രൈണ ശക്തിയുടെ പ്രതീകം, തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയം, വിദ്യാരംഭം, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ, ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ ഏറെയാണ്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണീ, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമേതേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിതാ, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിതാ. ഇതിൽ വിവരിക്കുന്നത് 9 ഭാവങ്ങളാണ്. അപ്പോൾ ദേവീ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നവദുർഗമാരിൽ ആദ്യം വരുന്നത് ശൈലപുത്രി. ഹിമവാൻ്റെ മകളായ ശ്രീപാർവതിയാണ് ശൈലപുത്രി. കാളയുടെ പുറത്തായിട്ട് ഒരു കയ്യിൽ ത്രിശൂലവും മറുകൈയിൽ താമരയുമേന്തി നിൽക്കുന്ന ദുർഗാഭാവം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. ആദ്യ നാൾ, നവരാത്രിയുടെ ആദ്യ നാൾ ശൈലപുത്രിയെ ആരാധിക്കുന്നു. രണ്ടാമത്തെ ഭാവം ബ്രഹ്മചാരിണി. ശിവപത്നിയാകുവാൻ ആഗ്രഹിച്ച് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ്സു ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി. രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്ക് പ്രാധാന്യം. മൂന്നാമത്തേത് ചന്ദ്രഖണ്ഡ. നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളും ഉണ്ട്. നാലാമത്തേതായി കൂഷ്മാണ്ഡ. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡ. 8 കൈകളിലായിട്ട് ദേവി താമര, വിവിധ ആയുധങ്ങൾ, ജപമാല മുതലായ ധരിച്ചിട്ടുണ്ട്. സിംഹവാഹിനിയായ കൂഷ്മാണ്ഡ ദേവിയുടെ ആരാധനയ്ക്കായിട്ട് 4ാമത്തെ ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് സ്കന്ദമാത. ബാലമുരുകനാണ് സ്കന്ദൻ. അപ്പോൾ ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപമാണ് 5ാം ദിനത്തിലെ ആരാധനാമൂർത്തി. അപ്പോൾ സ്കന്ദൻ അഥവാ മുരുകൻ്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ദമാത എന്ന് വിളിക്കുന്നു. 4 കൈകളും 3 കണ്ണുകളുമാണ് ഈ ദേവിക്ക്. 6ാമത്തേത് കാത്യായനിയാണ്. കാത്യായന ഋഷിയുടെ പുത്രിയായിട്ട് അവതരിച്ച ദേവിയാണ് കാത്യായനി. നവരാത്രിയിലെ 6ാം ദിനം കാത്യായനിയുടെ ആരാധനയാണ്. അടുത്തത് കാളരാത്രിയാണ്. കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ്. ചതുർബാഹുവായ ദേവിയുടെ വലത് കൈകൾ എപ്പോഴും അനുഗ്രഹം ചൊരിയുന്നു. ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ദേവിക്ക് ശുഭകാരി എന്നൊരു നാമം കൂടിയുണ്ട്. കാളരാത്രി ഭാവത്തിലാണ് 7ാം നാൾ ദേവിയെ ആരാധിക്കുന്നത്. അടുത്തത് മഹാഗൗരി. പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി. വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം. അഭയ വരദ മുദ്രകളും ശൂലവും ഡമരുവും ഏന്തി നിൽക്കുന്ന 4 കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ്. അടുത്തതായിട്ട് സിദ്ധിദാത്രി. സർവദാ ആനന്ദകാരിയായിട്ടുള്ള സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. 9ാം നാൾ സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുകയാണ്. പുരാണങ്ങളനുസരിച്ച് നവരാത്രിയുടെ ആരംഭത്തിന് പിന്നിൽ വ്യത്യസ്ത കഥകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അസുരന്മാരുടെ രാജാവായ മഹിഷാസുരനായിട്ട് 9 ദിവസമാണ്
9 രാത്രികൾ നീണ്ടുനിന്ന ഉഗ്രമായ യുദ്ധമാണ് ഉണ്ടായത്. സ്വർഗത്തിലെ ദേവന്മാർക്കെതിരെ ഒരു യുദ്ധം ആരംഭിച്ചതാണ് മഹിഷാസുരൻ. അവനെ നേരിടാൻ ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു എന്നീ ത്രിമൂർത്തികൾ ഉൾപ്പെടെ എല്ലാ ദേവന്മാരും അവരുടെ ദിവ്യശക്തികളെ സംയോജിപ്പിച്ച് ശക്തിമാതാവിനെയും ശക്തിയെയും ഉണ്ടാക്കി. അങ്ങനെ ദുർഗാദേവിയെ സൃഷ്ടിക്കുകയും 9 രാത്രികൾ യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ദേവി തൻ്റെ ശക്തിയും ജ്ഞാനവും ഉപയോഗിച്ച് മഹിഷാസുരനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ വിജയത്തിൻ്റെ 10ാം ദിവസം വിജയദശമി, തിന്മയുടെ മേൽ നന്മയുടെ വിജയദിനം. പിന്നെ ലങ്കയിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ശ്രീരാമൻ രാവണനെതിരെ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയായിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രാമൻ ദുർഗാദേവിയുടെ അനുഗ്രഹം തേടി ആരാധിച്ചു. പൂജയ്ക്കായി അദ്ദേഹത്തിന് 108 താമരകൾ ആവശ്യമായിരുന്നു. എണ്ണൽ പൂർത്തിയാക്കാൻ രാമൻ തൻ്റെ ഒരു കണ്ണെടുക്കാൻ തുടങ്ങിയപ്പോൾ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ദിവ്യമായ ശക്തി നൽകി അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു. ആ ദിവസം രാമൻ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയുന്നുണ്ട് വേറൊരു കഥയായിട്ട്. അപ്പോൾ എന്തു തന്നെയായാലും രാമൻ രാവണനെ ജയിച്ച ദിവസവും തിന്മയുടെ മേൽ നന്മയുടെ വിജയദിനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കഥ. 9 ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം 10ാം ദിവസമായ വിജയദശമിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണിത്. ഇതിനെ വിദ്യാരംഭം എന്ന് വിളിക്കുന്നു. കുട്ടികളെ വിദ്യാഭ്യാസ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി. വിജയദശമിയിലെ ആചാരങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും, പ്രത്യേകിച്ച് എൻ്റെ വിദ്യാർത്ഥികൾ, കുട്ടികൾ ഈ നവരാത്രി കാലം പാഴാക്കരുത്. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായിട്ട് തന്നെ ആരാധിക്കുക. അതിനുള്ള വേളയാണിത്. അതിവേഗ ഫലപ്രാപ്തി നൽകുന്ന നവരാത്രി എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതാവട്ടെ, മംഗളകരമാവട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.